ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ കാണാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി നല്ല കൂന്തൽ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെച്ചിട്ടൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. കൂന്തൽ നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, റൗണ്ട് ഷേപ്പിൽ. കൂന്തൽ വാങ്ങാൻ കിട്ടുന്നത് ചില സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കട്ടി കുറഞ്ഞ കൂന്തലായിരിക്കും. ഇത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് കൂന്തലാണ്. കൂന്തൽ ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ പ്രഷർ കുക്കറിൽ വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കൂന്തൽ കുറേ സമയം ഇട്ട് ഓവറായിട്ട് കുക്ക് ചെയ്യരുത്. അതിന് കൂടുതൽ കുക്കായിട്ടുണ്ടെങ്കിൽ കൂന്തൽ റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ കടിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ടേസ്റ്റും ഉണ്ടായില്ല. കൂന്തലിന്റെ ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. കൂന്തൽ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കുമ്പോഴത്തേക്ക് കൂന്തലിന് നല്ലൊരു കളർ കിട്ടും. 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി കൂന്തലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കൂന്തൽ സ്റ്റവിൽ വെച്ചിട്ട് ഇപ്പം നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ മൂടി സ്റ്റവ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 3 വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. 3 വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തുറന്നതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൂന്തൽ കുക്ക് ചെയ്യാൻ വെച്ചപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇത്രയും വെള്ളമുണ്ട്. ഇത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. കൂന്തൽ ഒട്ടും ഹാർഡൊന്നും ആയി പോകാതെ നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു കടായി ചൂടാക്കാം. കടായി ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് മൂപ്പിക്കണം. കറിവേപ്പില മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തെ കുറച്ച് ചേർത്തിട്ടുള്ളതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. സവാള പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർക്കുമ്പോൾ കൂടി പോകരുത്. നമ്മൾ കൂന്തൽ വേവിച്ച സമയത്ത് 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തിട്ടുള്ളതാണ്. ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കാം. സവാള നല്ലപോലെ സോഫ്റ്റായി ചെറുതായിട്ട് കളർ മാറി വരണം. സവാള ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായി കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇതുപോലെ തേങ്ങ ചേർത്ത് ചെമ്മീൻ റോസ്റ്റും കൂന്തൽ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചെമ്മീനിൽ ഇതുപോലെ തേങ്ങ കൊത്തിട്ട് റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെമ്മീൻ റോസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരാണ് ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. സവാളയെല്ലാം മൂത്തൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം നല്ലപോലെ വഴറ്റി കൊടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. മസാല ചേർത്ത് കഴിയുമ്പോൾ കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നിയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കിടന്ന് മസാല എല്ലാം മൂത്താൽ മാത്രമേ അതിൻ്റെ പച്ചമണം എല്ലാം നല്ലപോലെ മാറി കിട്ടുകയുള്ളൂ. 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കാം. തക്കാളി എല്ലാം നുടഞ്ഞു വരുന്നവരെ വഴറ്റി കൊടുക്കണം. തക്കാളി എല്ലാം നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൂന്തൽ വേവിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ മസാല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കൂന്തലിലുള്ള വെള്ളം ചേർത്ത് കഴിഞ്ഞ് ഇപ്പം നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇനി പാനൊന്ന് മൂടി വെച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് കുക്ക് ചെയ്യണം. 3 മിനിറ്റിന് ശേഷം പാൻ്റെ മൂടി മാറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മസാല എല്ലാം ഒന്നും കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തലും കൂടെ ചേർത്ത് കൊടുക്കാം. കൂന്തൽ ചേർത്ത് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കൂന്തൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പാനൊന്ന് മൂടി വെച്ച് 2-3 മിനിറ്റ് കുക്ക് ചെയ്യണം. കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മസാല എല്ലാം കൂന്തലിലൊന്ന് പിടിച്ച് കിട്ടണം. 3 മിനിറ്റിന് ശേഷം പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ രുചികരമായ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. റെഡിയായ കൂന്തൽ റോസ്റ്റിൻ്റെ മുകളിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ രുചികരമായ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമിലർ ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.